പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ൻ്റെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് പി ജയരാജൻ. വടക്കൻ കേരളത്തിലെ എന്നല്ല, പ്രത്യേകിച്ച് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പി ജയരാജൻ. അദ്ദേഹം ഇപ്പോഴത്തെ CPM നേതൃത്വത്തിൻ്റെ ഗുഡ് ബുക്സിലല്ല എന്ന് നമുക്കറിയാം. 2019 തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അവഗണന. അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിച്ചു, അതിനുവേണ്ടി രാജിവെപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെപ്പിച്ചു, അതിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. അവസാനം ശോഭന ജോർജ് ഇരുന്ന ഖാദി കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അവിടെ കൊണ്ടുവന്ന്, ഖാദി ബോർഡിൻ്റെ ചെയർമാനായിട്ട് അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൂടിയിരുത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ഖാദിയുടെ വിൽപ്പനയൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ പോലും കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനം ഉള്ള ഒരു നേതാവാണ് പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി നടന്നിരുന്ന PJ ആർമി എന്ന് പറഞ്ഞൊരു സാമൂഹ്യ മാധ്യമ ഹാൻഡിലുണ്ടായിരുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു. ഇതൊക്കെയാണെങ്കിൽ പോലും കണ്ണൂരിലെ പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് പി ജയരാജൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഹൃത്തെ, ആ പി ജയരാജൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വ്യായാമം നടത്താൻ നമ്മളെ പ്രകോപിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിഷയം എന്ന് പറയുന്നത് ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വിവാദമാണ്. ആ വിവാദമെന്ന് പറയുന്നത് കണ്ണൂരിലെ ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2015 ബോംബ് നിർമ്മാണത്തിനെതിരെ ഇടയിൽ 2 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് കൊല്ലപ്പെട്ട സമയത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു പാർട്ടിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ പാർട്ടി നേതാക്കന്മാർ ഈ കൊല്ലപ്പെട്ട പാർട്ടി അണികളുടെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി നിന്ന വിവാദങ്ങളൊക്കെ അന്നുണ്ടായിരുന്നുവെങ്കിലും പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്ന 2 CPM പ്രവർത്തകരുടെ രക്തസാക്ഷി സ്മാരകം കണ്ണൂരിലെ ചെറ്റക്കണ്ടി എന്നുള്ള സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാദമുണ്ടായത്. ആ സ്മാരകം പൊതുമണ്ഡലത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദനായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നു. അതിനെ തുടർന്ന് വലിയ വിവാദമുണ്ടായി. ആ വിവാദമുണ്ടായതിനെ തുടർന്ന് MP ഗോവിന്ദന് ആ പരിപാടിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ അതിന് പകരം MP ജയരാജൻ, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ ആ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പി ജയരാജൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത് എന്ന് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇവർ രക്തസാക്ഷികൾ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രക്തസാക്ഷികൾ തന്നെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു അത്ഭുതം തോന്നി. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിഭാവനവും പരിശുദ്ധവുമായി കണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് രക്തസാക്ഷികൾ. അതായത് പാർട്ടിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ കൊടുക്കുന്നവരാണ് പാർട്ടിയുടെ രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളെ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ പരിഭാവനതയോടുകൂടി പരിശുദ്ധിയോടുകൂടിയും കാണുന്ന പാർട്ടിയാണ് CPM. രക്തസാക്ഷികൾ ജീവിക്കുന്നു നമ്മളിലൂടെ, രക്തസാക്ഷികൾ അമരന്മാർ, അവർ ജീവിക്കുന്നു നമ്മളിലൂടെ എന്നാണ് മുദ്രാവാക്യം. രക്തസാക്ഷികൾ ഭൗതികമായി മരണപ്പെട്ടാലും അവർ ജീവിച്ചിരിക്കുന്ന പാർട്ടി അണികളിലൂടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ അമരന്മാർ, അവർക്ക് മരണമില്ല എന്നാണ് പറയും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് രാഷ്ട്രീയ ശത്രുക്കളെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്ന 2 പാർട്ടി പ്രവർത്തകർ കൂടി ആ രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് വന്നതിൽ വലിയ ഞെട്ടൽ പൊതുമണ്ഡലത്തിനും പാർട്ടി അണികൾക്കുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഞെട്ടലിൽ അവർ നിൽക്കുമ്പോഴാണ് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. പി ജയരാജൻ പറയുന്ന രക്തസാക്ഷികൾ തന്നെയാണ്, അവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. രക്തസാക്ഷികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് CPM വിരുദ്ധർ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്. അവർക്ക് രക്തസാക്ഷി മണ്ഡപം പണിയുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. RSSകാർ ബോംബുണ്ടാക്കുന്ന സമയത്ത് മരിച്ചപ്പോൾ അവരെയും രക്തസാക്ഷികളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്തസാക്ഷികളാക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അളവുകൾ വെച്ചൊന്നും ഇതിനെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല.
അതുകൊണ്ട് അവരെ രക്തസാക്ഷികളാക്കി മാറ്റിയ പ്രവർത്തനം തുടരും. അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജൻ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ പി ജയരാജൻ്റെ മനഃശാസ്ത്രം എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്താൻ വേണ്ടി. സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം ഈ സംഭവം തന്നെ എടുക്കാം. ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ കാണുന്നത്. ഇപ്പോൾ പുതിയ ഭേദഗതിയുടെയൊക്കെ ഭാഗമായി UAPA പോലും ചുമത്താൻ കാരണമാണ് ഈ ബോംബ് നിർമ്മാണവും ബോംബ് ഉപയോഗവുമൊക്കെ. തീവ്രവാദ പ്രവർത്തനത്തിന് തുല്യമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമായി കണ്ടിട്ടുള്ള ബോംബ് നിർമ്മാണത്തെ പരിഭാവനമായി കണ്ടുകൊണ്ട് ആ പ്രവർത്തനം നടത്തുമ്പോൾ മരണപ്പെടുന്നവർ രക്തസാക്ഷികളാണ് എന്ന് CPMൻ്റെ തന്നെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത് ഇത്രയും പരസ്യമായി പറഞ്ഞത് പി ജയരാജൻ മാത്രമേ ഉള്ളൂ. ഇപ്പം MP ജയരാജൻ്റെ ചടങ്ങിൽ പോയി പങ്കെടുത്തു എന്നുള്ള വസ്തുതയാണെങ്കിലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നില്ല. MP ഗോവിന്ദൻ മാസ്റ്റർ ആവട്ടെ ഇതിനനുകൂലമായി എതിരായിട്ടൊന്നും പറഞ്ഞില്ല, അനുകൂലമായിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ബോംബ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു കുറ്റം ചെയ്ത് മരിച്ചവരെ രക്തസാക്ഷികളാണ് എന്ന് ആവർത്തിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ള ഒരൊറ്റ നേതാവ് മാത്രമേ CPMൽ നിന്നുള്ളൂ, അത് പി ജയരാജനാണ്. അതെന്തൊരു മാനസികാവസ്ഥയാണ്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ മാനസികാവസ്ഥയാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ക്രിമിനാലിറ്റി, അതാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഒരു ക്രിമിനൽ മാനസികാവസ്ഥയില്ലാത്ത ഒരാൾക്കും ബോംബ് നിർമ്മാണം നടത്തി മരണപ്പെടുന്നവരെ രക്തസാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ക്രിമിനൽ മനസ്സിനുടമ, ഒരു ക്രിമിനാലിറ്റി അന്തർലീനമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് പി ജയരാജൻ എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായി അത് തന്നെയാണ് പി ജയരാജനെ നയിക്കുന്നത്. ഒരു അക്രമവൽക്കരണ ഒരു മാനസികാവസ്ഥയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്, എൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അക്രമ പ്രവർത്തനമായിരിക്കണം എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എത്ര കൊലപാതകങ്ങളുമായിട്ടാണ് പി ജയരാജനെ നമുക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുക? എത്ര കൊലപാതകങ്ങളിൽ അയാൾ ബന്ധപ്പെട്ടതായിട്ടാണ് ആരോപണങ്ങളുള്ളത്? 2 കൊലപാതകങ്ങളിൽ അയാൾ പ്രതിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. 2012 നടന്ന ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ പ്രതിയാണ്. അതുപോലെ തന്നെ കതിരൂർ മനോജ് വധക്കേസിലും പി ജയരാജൻ പ്രതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 2 കേസുകളിലും പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മറ്റു പല വധക്കേസുകളിലും കൊലക്കേസുകളിലും ഇയാളുടെ പങ്ക് ആരോപിക്കപ്പെടുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പി ജയരാജന് പങ്കുണ്ട് എന്നാണ് രമയെ പോലുള്ള ഉറച്ച് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കൃപേഷ് ശരത്ലാൽ വധക്കേസിലും ഷൊഹൈബ് വധക്കേസിലും ഒക്കെ തന്നെ പി ജയരാജന് വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവമാണ് ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1995 തനിക്കെതിരെ തന്നെ വലിയൊരു RSS ആക്രമണം ഉണ്ടായിട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നേതാവാണ് പി ജയരാജൻ. ആ ജയരാജൻ്റെ ഒരു ക്രിമിനൽ വൽക്കരണ മനോഭാവമാണ് ഇതിലെല്ലാം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ പോലും അയാൾ ഈ അക്രമ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിയുമ്പോഴെല്ലാം തന്നെ അക്രമ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ പാർട്ടി വളർത്തേണ്ടത് അക്രമത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന, അക്രമോത്സുകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മനഃശാസ്ത്രമുള്ള മനസ്സിൻ്റെ ഉടമയാണ് പി ജയരാജൻ എന്ന് നമുക്ക് കാണാൻ കഴിയണം. ഇനി ഇവിടെയും അവസാനിക്കുന്നുണ്ടോ? ആദർശ് തില്ലങ്കേരി എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ, ആക്രമണത്തിൻ്റെ ഉസ്താദാണ് അയാൾ. അയാൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, കൊലക്കേസുകൾ ഉൾപ്പെടെ, ജയിലിലൊക്കെ ഒരുപാട് തവണ കടന്നിട്ടുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്തൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ അയാൾക്കെതിരെ ഉയർന്നു വന്നു. അവസാനം CPMന് തന്നെ അയാളെ തള്ളിപ്പറയേണ്ടി വന്നു. MP ജയരാജൻ പത്രസമ്മേളനം നടത്തി ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ സമയത്തും പി ജയരാജൻ ആകാശ് തില്ലങ്കേരിക്കെതിരെ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അതിശക്തമായിട്ടുള്ള വിമർശനം പാർട്ടിക്കകത്തും പൊതുമണ്ഡലത്തിലും ആകാശ് തില്ലങ്കേരിക്കെതിരെ ഉയർന്നു വന്നപ്പോഴും ആകാശ് തില്ലങ്കേരിയെക്കെതിരെ ഒരു വാക്ക് പോലും പറയാതെ പരോക്ഷമായി ആകാശ് തില്ലങ്കേരിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് പി ജയരാജൻ നടത്തിക്കൊണ്ടിരുന്നത്. മറുഭാഗത്ത് ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ അവരുടെ ഗുരുസ്ഥാനീയനാണ് പി ജയരാജൻ എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ എതിർക്കാനും പി ജയരാജൻ രംഗത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കഥാപാത്രമാണ് ആരാണ്? അർജുൻ ആയങ്കി. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെ
ഇടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് അവരെ ആക്രമിച്ച് അവരിൽ നിന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ പൊട്ടിക്കൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അർജുൻ ആയങ്കിയെയും പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി തള്ളിപ്പറഞ്ഞു. പക്ഷേ അർജുൻ ആയങ്കിയെയും തള്ളിപ്പറയാൻ പി ജയരാജൻ തയ്യാറായിട്ടില്ല. അർജുൻ ആയങ്കിയും ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് പി ജയരാജനെയാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ആക്രമണോത്സുഖമായിട്ടുള്ള ഒരു മനഃശാസ്ത്രമുള്ള ഒരു മനുഷ്യനാണ് പി ജയരാജനെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും. പാർട്ടി വളർത്തേണ്ടത് അക്രമത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവാണ് പി ജയരാജൻ എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളെ സമരോത്സുകരാക്കി അവരെ സമരരംഗത്ത് കൊണ്ടുവന്ന് ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അവരെ അണിനിരത്തി പാർട്ടി വളർത്തുക എന്നുള്ളതിന് പകരം അക്രമത്തിൻ്റെ പാതയിലൂടെ പാർട്ടിയെ കൊണ്ടുപോയി ആക്രമണോത്സുഖമായിട്ടുള്ള ഒരു പാർട്ടിയായി പാർട്ടിയെ വളർത്തി ആക്രമണം ഒരു മുഖമുദ്രയാക്കി പാർട്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പി ജയരാജനുള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗസ്റ്റ് ഇല്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും തള്ളിപ്പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ഒരു CPM-വുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രിമിനൽ സംഘത്തെയും തള്ളിപ്പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. ഇയാൾക്ക് കതിരൂർ മനോജ് വധക്കേസിലും ഷുക്കൂർ വധക്കേസിലും പ്രതിസ്ഥാനത്താണ് ഇയാളെന്നാണ് അറിയാൻ കഴിയുന്നത്. TP വധക്കേസ്, അതുപോലെ തന്നെ ശരത്ലാൽ കൃപേഷ് വധക്കേസ്, അതുപോലെ തന്നെ ഷുഹൈബ് വധക്കേസ്, ഇതിലൊക്കെ തന്നെ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസാനം ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങളിൽ ഒന്നായിട്ടുള്ള ബോംബ് നിർമ്മാണത്തിൽ മരിച്ചവരെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയും അവർ രക്തസാക്ഷിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് പി ജയരാജൻ എന്ന് പറഞ്ഞ നേതാവ് രംഗത്ത് വന്നതോടുകൂടി ആക്രമണോത്സുഖമായിട്ടുള്ള മാനസികാവസ്ഥയിൽ അന്തർലീനമായിട്ടുള്ളൊരു മനഃശാസ്ത്രമാണ് പി ജയരാജനുള്ളത് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.